ഫോട്ടോസ് എടുക്കാനേ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഉറക്കത്തില്ല, നമ്മളെ പോലെ ഒന്നല്ല, നേരത്തെ കാലത്ത് ഉറങ്ങുന്ന ടീംസാണ്. +2 പാസ് ആവണം, ലൈൻ സെറ്റ് ആവണം. ബോഗൻവില്ല ഇങ്ങനെ സെറ്റ് ചെയ്തത് എത്ര വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഹലോ കുട്ടേട്ടാ, കണ്ടോ? ഓക്കെ കുട്ടേട്ടാ, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ഉമ്മതറിലോട് ഉമ്മതറില്ല സെറ്റ് അല്ലേ? ഈ സാധനം ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കറക്കുന്നത് ജോക്കർ മുട്ടായി. പാടാ, ഇതൊരെണ്ണം അത്യാവശ്യമാണ് ലൊക്കേഷനിൽ. ഇതിൽ കുറെ പേര് ഒന്ന് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ രസകരമായിട്ട് കുറച്ച് നമുക്ക് വായിച്ചു നോക്കാട്ടാ. +2 പാസ് ആവണം, ലൈൻ സെറ്റ് ആവണം. അപ്പൊ അതേതൊരു ബോയ് ആയിരിക്കും ചിലപ്പോ. പിന്നെ വേറെ ഒരാൾ എഴുതിയിട്ടുണ്ട് 10th പാസ് ആവണം, അഭിച്ചേട്ടൻ സെറ്റ് ആവണം. ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവട്ടെ. ഈ ന്യൂ ഇയർ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു 2025 ആവട്ടെ. ബോഗൻവില്ല ഹൈബ്രിഡ് ആണ് കേട്ടോ. നമുക്ക് സെയിലും ഉണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18,000 ആണ്. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് വലിയ ടൈപ്പ് ആയതാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ചെടികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റുമായിരിക്കും. ഇതിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഡിഫറൻസ് ആണ് തോന്നുന്നത് കണ്ടിട്ട്. കണ്ടോ, ഈ തടി കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ബോഗൻവില്ല ഇങ്ങനെ സെറ്റ് ചെയ്തത് എത്ര വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണിത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അടിപൊളിയാണ്. ആ കണ്ട സംഭവം മൾട്ടി കളർ ആയതുകൊണ്ടാണ് കേട്ടോ ആ റേറ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 25,000. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ശാന്തിഗിരി ഫെസ്റ്റ്. നമ്മൾ കുട്ടേട്ടൻ കാണാൻ പോവാണ് കേട്ടാ. ഫ്ലവേഴ്സിൻ്റെ ആണേ, നമുക്ക് കാണാം. ബാ, ഫ്ലവേഴ്സ് ചാനൽ ഉണ്ടായിരുന്ന കുട്ടേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? ആ കുട്ടേട്ടനാണ് ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫെസ്റ്റ് തീരുന്നവരെ കുട്ടേട്ടൻ ഇവിടെ ഉണ്ടാവും. എന്ത് ചോദിച്ചാലും നമ്മളോട് സംസാരിക്കും. ഹലോ കുട്ടേട്ടാ, കണ്ടോ പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ട്. എന്താ വിശേഷം? അതെ കുട്ടേട്ടാ, സുഖാണ്. ഓക്കെ കുട്ടേട്ടാ, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ കുട്ടേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇവിടെ വരിക, ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മള് TV-യിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ആളതെ നേരിട്ട് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ട് അടിപൊളി. ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വന്നാണേ. അപ്പൊ ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, ബൈ. വീണ്ടും കാണാം. എമുണ്ട്. അവൻ കണ്ടോ കേറിയിരുന്ന് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ഇവർ ഉറങ്ങുന്ന സമയമാണ്. ഇതൊക്കെ ടർക്കി കോഴിയാ. ടർക്കി കോഴി വൈറ്റ്, ബ്ലാക്ക്. ഇത് എമു. ഇത് കടിക്കൂട്ടോ. ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ കൊത്തും. കുറച്ച് അഗ്രസീവ് ആണ് കേട്ടത്. വാ, കടിക്കും. കണ്ടോ, കടിക്കാൻ നോക്കുന്നുണ്ടോ? എന്താടാ, വാ 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 വാ. ആ പക്ഷികളുടെ കൂട്ടുകാരാകാം. ഇവിടെ ഓപ്പൺ ചെയ്തിട്ടേക്കാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. വാ, പോവാം. മുയലുണ്ട് ഇവിടെ. ഇതിനെ കെയർ ചെയ്യുന്നവരെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത്. അവർ പെട്ടെന്ന് എടുത്തപ്പോൾ അവർ വറീഡായി. ഓക്കെ, ലവ് ബേർഡ്സ്, പിന്നെ പിഞ്ചസ് എല്ലാം ഉണ്ട്. എല്ലാത്തിനും തുറന്നു വിട്ടേക്കാണ്. പിന്നെ കുറെ പ്രാവുകളൊക്കെ ഉണ്ട്. ഹലോ, ഇത് സംസാരിക്കണ്ട കേട്ടാ, കൊത്തരുത്. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടാ. ഇവിടെ ഉമ്മതറിലോട് ഉമ്മതറില്ല. ഇതേണ്ട, ഇറങ്ങണ ഇറങ്ങണ. മതി, പിടിച്ചാ മതി.
പിടിച്ചാ അതാ കഴുത്തിലാ? കയ്യെ പിടിക്കാം. വേണ്ട വെച്ചോ. അതിന് നാക്കാത്തിടാൻ പറ. തല കാണിക്കല്ലേ. ചൂടണ്ട. 3 അതായത് ബ്രൂ കോഫിയും നെസ്കഫെ നെസ്ലെ ഇവരെല്ലാം നിങ്ങൾ ആ പാക്കറ്റിന്റെ പിന്നിൽ വായിച്ചാൽ ആഡഡ് 30% ചിക്കറി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് പ്യൂർ കോഫി അല്ല. യു ഹാവ് ടു ഫീൽ യുവർ സെൽഫ്. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ അതെ സ്മെല് ചെയ്ത് നോക്കി. ചിക്കറി ചേർക്കാത്ത പ്യൂർ കോഫി, കോഫി പ്യൂർ എന്ന് പറയാൻ നമ്മൾ കാരണമാണ്. ഇത് 70% തേനും 30% പനം കൽക്കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 100% തേനിൽ തേനെല്ലിക്ക ഇട്ട് വെച്ചാൽ നെല്ലിക്ക ചുളുക്കി പോകും. എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളുടെ കാട്ടിൽ അത്രത്തോളം ഔഷധ സസ്യങ്ങളുണ്ട്. ക്യൂട്ടല്ലേ? ഇതുണ്ടോ, പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. അതിനാണ് പാളയിൽ നല്ല രസമല്ലേ കാണാൻ? പാള സോപ്പ് പൊട്ടിയായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഇത് മറ്റേ കിണ്ണത്തപ്പം പോലെ അല്ലേ? നമ്മൾ കോഴിക്കോടൊക്കെ ഒരു കിണ്ണത്തപ്പം ഉണ്ട്, അതാ ഇത് കൊള്ളാം അല്ലേ? ഹായ്, കോഴിക്കോട് മുട്ടായി തരുന്നാ? ഇതല്ല, ഈ സാധനം ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കറക്കുന്നത് അടിപൊളി. ജോക്കർ മുട്ടായി ഇതൊക്കെ എത്രയാ? എല്ലാം 20, 30. നമ്മൾ ഏതൊക്കെ മേടിക്കുക? ഇതിനെന്താന്ന് പറയാ? ഇതിനെന്താ പറയാ? എന്ത് വാങ്ങിയാലും നമ്മൾ ഇത് മേടിക്കും. ജോക്കർ തരാം, പൊട്ടിക്കോ? ഹലോ, ശാന്തി. ഓക്കെ, ശാന്തിയുടെ വീട് എവിടെയാ?
ശാന്തിഗിരി ഫെസ്റ്റിനെ കുറിച്ച് ശാന്തിയുടെ അഭിപ്രായം എന്താ? ഞാനൊരു റോബോട്ടാണ്, അഭിപ്രായങ്ങളില്ല. പ്രാചീന കവിയുടെ പേര് പറയാമോ? എഴുത്തച്ഛൻ. തല വെക്കുന്നുണ്ടോ? പാടാ, ഇത് കൊള്ളാട്ടോ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവാ. എന്നെ കൂടെ പേടിപ്പിക്കില്ലേ? തൊട്ട് വെക്കിക്കോ, കടിക്കൂട്ടാ. എന്നാ കടിച്ചു. പറയും അങ്ങോട്ട് നോക്ക്, അതല്ല, അത് സാഡല്ല. ചിരിക്കാണോ എന്ന് ചോദിക്കുന്നത്. ഇതൊരെണ്ണം അത്യാവശ്യമാണ് ലൊക്കേഷനിൽ. ശാന്തിഗിരിയുടെ ഫേസ് ക്രീമാണ് കുങ്കുമാതിലേപം. ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനായിട്ട് നല്ലൊരു ക്രീമാണിത്. രാത്രിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. രാത്രി നല്ലോണം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകാനൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണിത്. ശാന്തിഗിരിയുടെ കുങ്കുമാതിലേപം ഡെയിലി യൂസ് ചെയ്യാം, നല്ല റിസൾട്ടാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിന് മുമ്പിലാണ്. ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫെസ്റ്റ് ഇപ്പോൾ 2ാം ഘട്ടത്തിലാണ്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നത്. അവസാനം 2012-ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫെസ്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേടിച്ച കാര്യങ്ങളുണ്ട്. പിന്നെ പെറ്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിലുണ്ടായിരുന്ന കുട്ടേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടോളൂ. ഈ മാസം 19 വരെയാണ് ഫെസ്റ്റ് നടക്കുക. മറക്കാതെ എല്ലാവരും ഫുൾ ഫാമിലി വന്നിട്ട് ഫെസ്റ്റ് കാണുക. ഓക്കെ.